ഹലോ, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈ ചെയ്യാൻ അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണോ നിങ്ങളും ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാറെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന നേരം ഈ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു സ്മെല്ലും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ 6 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചെറിയ പീസസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചൈനീസ് വെളുത്തുള്ളിയാണ് എടുത്തത്. നിങ്ങളടുത്ത് സാധാ വെളുത്തുള്ളി ആണെങ്കിൽ വെളുത്തുള്ളിയുടെ അളവ് കൂട്ടിയെടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ നെടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1.5 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നല്ലവണ്ണം ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഫസ്റ്റ്. ഇപ്പം ഞാനിതിവിടെ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം സാധാ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം. ഫിഷ് ഏത് ഫിഷായാലും സാരമില്ല. ഞാനിപ്പോൾ ഇവിടെ ജെർണിഷ് എന്ന് പറയുന്ന ഒരു ഫിഷാണ് എടുത്തത്. ഇത് നാട്ടിലെന്താ പറയുക, നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഫിഷ് ഏതായാലും സാരമില്ല. ഈ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ നല്ല വൃത്തിയിൽ മീൻ കഴുകി വരഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് എല്ലാ ഭാഗത്തും മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ലവണ്ണം ഇത് നല്ല കട്ടിയിൽ തന്നെ പുരട്ടി കൊടുക്കുക. പുരട്ടിയതിന് ശേഷം നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഞാനിതാ നല്ലവണ്ണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ചൂടായ പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും ഈ ഫിഷ് ഫ്രൈക്ക്. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഫിഷിനെ ഞാനിപ്പോൾ നല്ല ചൂടായ ഈ കോക്കനട്ട് ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലും വരും, നല്ലൊരു ടേസ്റ്റും കിട്ടും അതിന്. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഒരു ഭാഗം പൊരിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാലാണ് നല്ലോണം അത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 3 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പൊരിക്കൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ചിലർക്ക് കരിഞ്ഞ് പൊരിയുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അധികം കരിയുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈം ഏകദേശം നിങ്ങൾ തന്നെ കണക്കാക്കി നോക്കുക. ഏകദേശം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫിഷ് നല്ല ഒരു ഇതിൽ പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി ഒരു 3 മിനിറ്റ് ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 2 ഭാഗവും ഇവിടെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിതിനി ഈ ഓയിൽ നിന്നും മാറ്റി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫിഷ് ഫ്രൈ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള ഫിഷ് ഏതും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആ ഒരു ഫിഷിൻ്റെ മസാല ഇതേപോലെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ കുറച്ച് സവാളയും പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റിൽ ഇട്ട് ഒരു മസാലയാക്കിയിട്ട് ഇതിൻ്റെ മേലെ സെർവ് ചെയ്ത് കൊടുത്തിട്ട് ചപ്പാത്തിക്കും പൊറോട്ടക്കെല്ലാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുക. ഇതിപ്പോൾ ഞാനിവിടെ നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ റൈസിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ ഇത് അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.